മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗയോട് മഞ്ജുവിന് ചെറിയൊരു അടുപ്പം തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് കണ്ണനും മഹിയും കുഞ്ഞും കൂടി അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ദുർഗ കുഞ്ഞിനെ കൊണ്ടുപോയി മഹിയുടെ അടുത്ത് കൊടുക്കും കേട്ടോ. പൊന്നു മോളാണ് എന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് മതി വരാത്ത പോലെ കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, അമ്മേ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും, പിന്നെ മോൾ ഇവിടെ തന്നെയാണല്ലോ എന്ന് പറയും. ശരി മോനെ എന്ന് പറയണം കേട്ടോ. അതേപോലെ മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് മഹാലക്ഷ്മി കാറിൽ കയറി പോവുകയാണ് കേട്ടോ. അതേസമയം അവർ യാത്രയാക്കിയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മഞ്ജു കരുണ മുകളിൽ നിന്നിട്ട് ഇതെല്ലാം കാണുന്നത് കാണും കേട്ടോ. അത് കാണുമ്പോൾ മഞ്ജു അമ്മയോട് പറയും, അമ്മേ ഇവൾ മാറി എന്ന് പറയുന്നുണ്ടല്ലോ, ഇവൾ ഒരിക്കലും മാറിയിട്ടില്ല, ഇവൾക്കൊരിക്കലും മാറാനും സാധിക്കില്ല, കാരണം അവൾ പ്രതാപൻ്റെ മോളാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ശരിയാണ് മോളെ, ഒരിക്കലും അവൾക്ക് മാറാൻ സാധിക്കില്ല, അവൾക്ക് അവരോടും ആ കുഞ്ഞിനോടും കടുത്ത ദേഷ്യമാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം പ്രതാപൻ അമ്മയോട് പറയണം, അമ്മേ ഞാൻ എന്തായാലും ജയിലിൽ പോകും, ജയിലിൽ പോകുന്നതിന് മുൻപ് എൻ്റെ മോളെ ഒരു ദിവസമെങ്കിലും അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം എനിക്ക് കാണണം, അത് കാണിച്ചതിന് ശേഷമേ ഞാൻ ജയിലിലേക്ക് പോകുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നു. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പ്രതാപൻ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടി ഇല്ലാതില്ല. അതേസമയം അനന്തും ലേഖ അങ്ങനെ രാവിലെ എഴുന്നേറ്റതും തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ സന്തോഷമൊക്കെ കെട്ടടങ്ങുകയാണ്. കാരണം അവരെ കാണാനില്ല. അനന്തുവേട്ട എന്താ അവരെ ഇനിയും കാണാത്തേ എന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ലേഖയെ അവർ വരാം അവിടുന്ന് റെഡിയായി എന്ന് പറഞ്ഞല്ലോ, അവർ കയറിയിട്ടുണ്ട്, അവരിപ്പോൾ വരും എന്നിങ്ങനെ പറയണുണ്ട്. പക്ഷേ നമ്മുടെ ലേഖ ആകാംക്ഷപൂർവ്വം ഗേറ്റിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, അവരെ കാണാതെ. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ വരികയാണ്. അവർ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ ലേഖയ്ക്ക്. അങ്ങനെ ഓടിപ്പോയിട്ട് ആ കുഞ്ഞിനെ എടുക്കുകയാണ് കേട്ടോ. കാരണം ഒരു ദിവസം പോലും ലേഖയ്ക്ക് പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ആ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് അങ്ങനെ പൊതിയാണ് കേട്ടോ. അത് കാണുമ്പോൾ മഹി ഇങ്ങനെ കണ്ണനെ മുഖത്തോട് നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കണ്ണനും മഹിയും കൂടി ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് പോകും. ലേഖ അതേപോലെ തനിയെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജാനം അങ്ങോട്ടേക്ക് വരികയും ആ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഒട്ടുപാല ആ കുഞ്ഞിനെ എടുത്തിട്ട് പോകും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് എന്തായാലും വൈകുന്നേരത്തെ നമുക്ക് ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.